Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ വളരെ പ്രധാനപ്പെട്ട 3 അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിത്വം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഏതാനും നമ്മൾ മണിക്കൂറുകൾ എന്ന് പറയുന്നില്ല, മിനിറ്റുകൾ മാത്രമേ നിങ്ങളുടെ റിസൾട്ടുകളുള്ളൂ. കാര്യം 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനി 1-2-3 മണിക്കൂറുകൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലേക്കുള്ളൂ. തീർച്ചയായിട്ടും റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട 3 അപ്ഡേറ്റുകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വരുന്നത്. ഒന്ന്, വിജയശതമാനം കൂടിയാൽ എന്താണ് പ്രശ്നം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വിജയശതമാനം കൂടിയതിൽ ഒരിക്കലും എന്തല്ല, അത് എല്ലാവരെയും വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല. വിജയശതമാനം കൂടുതൽ അത് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് അവർ വിജയിക്കുന്നത് കൊണ്ടാണല്ലോ വിജയശതമാനം കൂടുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വാക്യത്തിൽ നേരത്തെ സ്കൂൾ വാർത്ത എന്ന് പറയുന്ന ഈ ഒരു മാധ്യമ പത്രത്തിൽ നിന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം വിജയശതമാനം കുറയുമെന്ന്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് വിജയശതമാനം കൂടിയാൽ എന്താണ് പ്രശ്നം എന്നാണ്. അത് എന്തായാലും ഓഡിയൻസിൽ, അതായത് നമുക്കിടയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, അപ്പോൾ വിജയശതമാനം കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്നാണ്. അതിനർത്ഥം കഴിഞ്ഞ വർഷത്തിനേക്കാളും വിജയശതമാനം കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ കുട്ടികൾ ഈ വർഷം തോറ്റിട്ടുണ്ട്. വിജയശതമാനം കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചുകൂടി കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഉത്തരം എപ്പോഴാണ് കിട്ടുക? വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ, പബ്ലിക്കായിട്ട്. അടുത്തത് +1 ക്ലാസ്സുകൾ. അതായത് നിങ്ങളുടെ +1 ക്ലാസ്സുകൾ പൊതുവെ കഴിഞ്ഞ വർഷം ജൂലൈ 4-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഈ വർഷം ഒരുപാട് നേരത്തെ തുടങ്ങാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മേ ബി എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ജൂൺ 2nd വീക്കിൽ തന്നെ നിങ്ങൾക്ക് ഇന്നിപ്പോൾ 8 ജൂൺ 1st വീക്ക് അല്ലെങ്കിൽ 2nd വീക്കിൽ തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കൂളിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓണപരീക്ഷ ഉണ്ടായിരിക്കും മക്കളെ. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത്തരം ഒരു ദിവസത്തിലാണെങ്കിലും എനിക്കറിയാം നിങ്ങൾക്ക് ടെൻഷൻ ആണെന്നറിയാം. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. വേണമെങ്കിൽ റിസൾട്ടിൻ്റെ 3 മണിക്ക് വരുന്നതിന് മുമ്പേ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, ടെൻഷൻ അടിച്ചോളട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി 4 മണിക്ക് നിങ്ങളുടെ റിസൾട്ട് 4 മണിക്കാണോ 3 മണിക്കാണോ കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് വിജയശതമാനം ഇത്രയുണ്ട്, ഇത്ര പേർക്ക് ഫുൾ A+ ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുക. ഓക്കെ, ഓരോ കമ്മ്യൂണിറ്റി കോട്ടകളിലും എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ കോട്ടകളിലും, മലപ്പുറം ജില്ലയിൽ ഏത് ജില്ലയിലാണ് വിജയശതമാനം കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഒരു 3:20 ഒക്കെ ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. 4 മണിയാകുമ്പോൾ എന്തായാലും ശരി എല്ലാ കുട്ടികൾക്കും വലിയ ജർക്കിംഗ് ഒന്നും ഇല്ലാതെ, വലിയ ലാഗോ ഒരു ജാമോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് 4 മണിയാകുമ്പോൾ തന്നെ നിങ്ങളുടെ റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു കാര്യം കൂടി, ഇന്ന് 2 മണിക്ക് MS സൊല്യൂഷൻ ലൈവായിട്ട് വരുന്നുണ്ട്. എന്തിനാണെന്നറിയോ, നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാനും. നമ്മളൊരു ലൈവായിട്ട് തന്നെ എല്ലാവരുടെ റിസൾട്ട് നമ്മൾ കണ്ടിരിക്കും. ഒരുപാട് പേരുടെ കോൾസ് ഒക്കെ വരും. ആ ഒരു ലൈവായിട്ടുള്ള ആ ഒരു മിടിപ്പിലേക്ക്, ആ ഒരു ലൈവിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.